ഓഗസ്റ്റ് 22 അന്താരാഷ്ട്ര ഫോക്ലോർ ദിനമാണ്. ലോകമെമ്പാടുമുള്ള ആളുകൾ ഫോക്ലോറിനെയും നാട്ടറിവുകളെയും ഒക്കെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനുമായി നിയുക്തമായിരിക്കുന്ന ദിനം. ദേവമാതാ കോളേജ് കുറവലങ്ങാട് ഫോക്ക് ഫിയസ്റ്റ എന്ന പേരിൽ ഇന്നേ ദിവസം ഫോക്ലോർ ദിനാചരണം സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കളമെഴുത്ത്, മുടിയേറ്റ് തുടങ്ങിയ കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. 5 നിറങ്ങളാണ് കളമെഴുത്തിൽ സ്വാഭാവികമായും ഉപയോഗിക്കുന്നത്. ഇവയുടെ സംയുക്തങ്ങളും ആവശ്യാനുസരണം ഉപയോഗിക്കും. പ്രകൃതിദത്തമായ വസ്തുക്കൾ മാത്രമാണ് ഈ കളമെഴുത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് പരമ്പരാഗതമായ ഒരു അനുഷ്ഠാന കലാരൂപമാണ്. ചെറിയ ചെറിയ ജ്യാമിതീയ രൂപങ്ങൾ തമ്മിൽ ചേർത്ത് സങ്കീർണമായ ഒരു രൂപവിസ്മയമായി, ഒരു നിറക്കാഴ്ചയായിട്ട് കളമെഴുത്ത് നമുക്ക് അനുഭവപ്പെടും. ദോഷങ്ങൾ നീക്കി നീ നാട് കാക്ക. വെള്ളിയാലിൻ തുഞ്ചത്ത് കുടികൊള്ളും നേക്ഷിയും കാവേരും നഗത്താൻ മാറും തൂണ. കലിതുള്ളും കോമര കൊടുവാളിൻ തുമ്പത്തും അടിയങ്ങൾ നാവിലും വാഴദേവി. ദ്രാവിഡ സംസ്കാരത്തിന്റെ ഒരു തിരിശേഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് കളമെഴുത്തിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ കളമെഴുത്ത് അതിന്റെ ക്രമം, എഴുതുന്നതിന്റെ ക്രമം എങ്ങനെയാണ്? അതായത് ക്ഷേത്ര ആചാരാനുഷ്ഠാന ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കളമെഴുത്ത് എന്ന കലാരൂപം. കളമെഴുത്ത് എന്ന കലാരൂപം പുരാതനമായിട്ട് പറയുകയാണെങ്കിൽ ദാരിക നിഗ്രഹത്തിന് വേണ്ടി ദേവി ഭദ്രകാളി രൂപം സ്വീകരിച്ചു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന അറിവുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഉഗ്രമൂർത്തിയെ നമ്മൾ ക്ഷേത്രത്തിൽ ആചാര അനുഷ്ഠാന ചിട്ടകളോടുകൂടി വരക്കുന്നതിനെയാണ് കളമെഴുത്ത് എന്നുള്ള സങ്കല്പമായി കാണുന്നത്. കളമെഴുത്തിൻ്റെ ക്രമം എങ്ങനെയാണ്? മുഖം തൊട്ടാണോ എഴുതുക, അതോ എന്താണ് ശിരസിൻ്റെ കിരീടം പോലെയുള്ള ഭാഗം തൊട്ടാണോ തുടങ്ങുന്നത്? നമ്മൾ ആദ്യമായി കളമെഴുത്ത് ക്ഷേത്രത്തിൽ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഒരു നേർ, അതായത് മധ്യരേഖ എന്ന് പറയും. ആ മധ്യരേഖയിൽ നിന്നാണ് കളം തുടങ്ങുന്നത്. കളമെഴുത്ത് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അവിടെയുള്ള, അതായത് കെട്ടുവിധാനം എന്ന ചടങ്ങുകൾ നടത്തും. കെട്ടുവിധാനം അത് കഴിഞ്ഞിട്ട് ഉച്ചപ്പാട്ട് നടത്തും. ഉച്ചപ്പാട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കളമെഴുത്തിലേക്ക് കടക്കുക. ഇപ്പോൾ മുഖം തൊട്ട് എഴുതുന്നവരുണ്ട്. മുഖത്തിൻ്റെ ആ ഒരു ഔട്ടർ മാത്രം ഇട്ട് കഴിഞ്ഞ് അവസാനം എല്ലാ കളം പൂർത്തിയായ ശേഷം മുഖം വരക്കുന്നവരുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അത് ഈ കളംപാട്ടിൻ്റെ അതിനനുസരിച്ചാണ്, അതായത് കേശാധിപാതി വർണ്ണന വരുന്നത് പോലെ അതിനനുസരിച്ചാണോ വരയ്ക്കുന്നത്, അതോ ആ വരയ്ക്കുന്ന ആളുടെ മനോധർമ്മത്തിനനുസരിച്ചാണ്? അല്ലല്ല, അതിനെല്ലാത്തിനും ഒരു ചിട്ടയുണ്ട്. അതായത് ഇപ്പോൾ 4 കൈ കളം ആണ് പ്രധാന കളം. അത് കഴിഞ്ഞാൽ അത് കൈയുടെ അംഗങ്ങൾ മാറും. അതായത് ഇപ്പോൾ 8 കൈ കളമാവും, പിന്നെ അത് 16 കൈ കളമാവും, അങ്ങനെ 32 കൈ കളാവും, പിന്നെ 64 കൈ കളാവും. അത് വടക്കോർത്ത് പാട്ട് വൈക്കത്ത് ക്ഷേത്രത്തിലാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. ഈ പറഞ്ഞ 64 കൈ വലിയ എല്ലാ ആയുധങ്ങളോടും സർവാഭരണ വിഭൂഷിതയായ ദേവി നിൽക്കുന്നത് അപ്പോഴാണ്. അതാണ് 64 കൈ ഏറ്റവും പൂർണ്ണത എത്തിയ കൈയാണ് അത് ഒരു വലിയ കളമാണത്. നമ്മുടെ ഈ ഒരു കാഴ്ചയിലെ ഏറ്റവും വലിയ കൈയാണ്. വേതാള പുറത്തേറി വരുന്ന ദേവി അതാണ്. അതിലെല്ലാം ഉണ്ട്, എല്ലാ ഇതും അതിലുണ്ട്. എല്ലാ ആയുധങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ ഈ നിറങ്ങളുടെ കാര്യത്തിൽ ഏതൊക്കെ നിറങ്ങളാണ് ഉപയോഗിക്കുക? നമ്മളിപ്പോൾ പഞ്ചവർണ്ണ പൊടികളാണ് കളമെഴുത്തിന് ഉപയോഗിക്കുന്നത്. അതായത് അരിപ്പൊടിയാണ് വെള്ളയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ വാഗ, മഞ്ചാടി, കൂവളം അങ്ങനെയുള്ള ഇലകൾ വെയിൽ കൊള്ളാതെ തണലിൽ വെച്ചുണക്കി ആണ് അത് പൊടിക്കുക. അതാണ് പച്ചയായിട്ട് ഉപയോഗിക്കുന്നത്.
പിന്നെ ഉമി കരിച്ചെടുത്തതാണ് കരിപ്പൊടി. അതാണ് നമ്മൾ കറുപ്പെന്ന കളറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ചുമല കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞളും ചുണ്ണാമ്പും കൂടെ കൂട്ടിത്തിരുമുന്നതാണ് ചുമല. പിന്നെ മഞ്ഞൾ പൊടിച്ചത് അതാണ് മഞ്ഞൾ. ഈ നിറങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അർത്ഥങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? പ്രത്യേക അർത്ഥങ്ങളല്ല, അതിനെ പഞ്ചവർണ്ണ പൊടികളായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് പ്രകൃതിദത്തമായ പൊടികളാണ് ഇവയെല്ലാം. അതുകൊണ്ട് നമ്മളാ പ്രകൃതിനെ ദേവീ സങ്കല്പത്തിലെ ഏറ്റവും വലിയ ആ ഒരു രീതിയിലാണ് അതിനെ കാണുന്നത്. അല്ലാണ്ട് അതിന് പ്രത്യേക ഇത് ഒന്നുമില്ല. ചിലർ പറയും നമ്മുടെ എല്ലാ ശരീരം ഫുള്ള്, അതായത് ഈ വെള്ള നമ്മുടെ ഏറ്റവും പുറമെ, അത് കളത്തിലുള്ളതാണ്, നിയമത്തിലുള്ളതാണ്. ഏറ്റവും പുറമെ വെള്ള, അതിനകത്ത് ഏറ്റവും ഉള്ളിൽ മഞ്ഞ, അതിന് പുറത്ത് ചുമല, അതിന് പുറത്ത് കറുപ്പ്, അതിന് പുറത്ത് വെള്ള. അങ്ങനെ നമ്മൾ ആ വൃത്തത്തെ ആക്കിയെടുക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ചിട്ട. അല്ലാണ്ട് അതിന് ഇപ്പോൾ ഇന്നതാണെന്ന് അങ്ങനെയുള്ളൊരു ഇതില്ല. കളമെഴുത്തിലെ വ്യത്യസ്ത കളങ്ങൾ ഏതൊക്കെയാണ്? കളമെഴുത്തിലിപ്പോൾ ഭദ്രകാളി കളം, അയ്യപ്പൻ്റെ കളം, വേട്ടക്കുരുമകൻ, പിന്നെ നമ്മളിപ്പോൾ അത് കൂടാണ്ട് വരക്കുന്ന സർപ്പം പാട്ട്, അങ്ങനെ പോലുള്ള കളങ്ങളുണ്ട്. ഗന്ധർവൻ്റെ കളങ്ങളുണ്ട്. അങ്ങനെ പല പല കളങ്ങളായിട്ട് ഉണ്ട്. പല പല രീതികളിലുണ്ടത്. പ്രധാനമായും ഭദ്രകാളി കളം, വേട്ടക്കുരുമകൻ, അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ചിട്ടകളിൽ അതിൻ്റേതായിട്ടുള്ള സ്തുതിഗീതങ്ങളാണ് പാടുന്നത്. അങ്ങനെയാണ്. ഈ ഭദ്രകാളി കളങ്ങൾക്ക് എല്ലായിടത്തും ഒരേപോലെ ഉള്ള രീതിയല്ലല്ലോ പിന്തുടർന്ന് പോകുന്നത്. അതിൽ വ്യത്യസ്തതകളും വരാറുണ്ട്. അത് ഓരോ കലാകാരന്മാരുടെ കരങ്ങളിൽ നിൽക്കുന്ന ഒരു കഴിവിനനുസരിച്ച് മാറും. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകൾ ഉണ്ടാവാം. അതിലെ ചിട്ടകളൊന്നും തെറ്റുന്നില്ല. വ്യത്യസ്തതകളുണ്ട് കളത്തിൽ, പക്ഷെ അതിൻ്റെ ചിട്ടകളൊന്നും വിട്ടുപോകുന്നില്ല. ഈ ഭദ്രകാളിക്കളങ്ങളിൽ ഭദ്രകാളിയുടെ കൈകളുടെ എണ്ണത്തിന് പല കോലങ്ങളിലും വ്യത്യസ്തതകളുണ്ട് അല്ലേ? അപ്പോൾ അതിന് പിന്നിലുള്ള ഇതെന്താണ്? അതായത് ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ആദ്യമായി കളമെഴുത്ത് തുടങ്ങുമ്പോൾ 4 കൈയിലാണ് ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ 4 കൈയിലാണ് കളം തുടങ്ങുക. അത് കഴിഞ്ഞ് അതിൻ്റെ ഓരോ അമ്പലത്തിൻ്റെ ഉയരങ്ങളോ അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ പ്രത്യേകതകളോ അനുസരിച്ച് ഇപ്പോൾ 41 ദിവസം കളമെഴുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാന 10 ദിവസം നമ്മുടെ ആ അംഗങ്ങൾക്ക് മാറ്റം സംഭവിക്കുക. ധനു 1 തൊട്ടാകുമ്പോൾ വൃശ്ചിക മാസം 1-ാം തീയതി കളമെഴുത്ത് തുടങ്ങിയാൽ ധനു 1 തൊട്ടാകുമ്പോൾ ആ കളത്തിന് 11 ദിവസം, പിന്നെയുള്ള 11 ദിവസങ്ങളിൽ വ്യത്യസ്തമായ കൈകളായിട്ട്, അതായത് 8 കൈയിലേക്ക് വരാം, അത് പിന്നീട് 16ലേക്ക് വരാം, 32ലേക്ക് വരാം. അങ്ങനെയാണ് ആ ചിട്ട വരുന്നത്. അപ്പോൾ അതിനൊത്ത ധ്യാന ശ്ലോകമാവും, അതിനൊത്ത പാട്ടാവും, അത്ര നീളം ലെങ്ത് കൂടും, പാട്ടിൻ്റെ ഇത് കൂടും. അങ്ങനെ അതിൻ്റെ ചടങ്ങുകൾ ഒത്തിരി ആവും, അതിൽ കൂടുതലാവും. നമ്മൾ 4 കൈ ചെയ്തതിൽ കൂടുതലാവും പിന്നീടുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ്. ഈ കളം എഴുതുന്നത് ഈ പ്രത്യേക കാലങ്ങളിൽ മാത്രമുള്ളതോ നിത്യമായിട്ടും നമുക്ക് അങ്ങനെ കളം എഴുതാൻ സാധിക്കുമോ? നിത്യമായി കളം എഴുതുന്ന, അതായത് അവിടെ പടിത്തരത്തിൽ ഒരു പക്ഷേ നിത്യം കളമെഴുത്ത് വേണം എന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അത് ഈ ദേവപ്രശ്നത്തിൽ അങ്ങനെയാണ് തെളിയുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിത്യമായിട്ട് കളം എഴുതേണ്ടി വരും. അത് അമ്പലത്തിലെ ഒരു ചടങ്ങായിട്ട് മാറും. അതായത് അമ്പലത്തിലിപ്പോൾ ഇടയ്ക്ക കൊട്ടുന്ന ഒരു ചടങ്ങാണെന്ന് അത് പടിത്തരത്തിലുണ്ട്, ഇടയ്ക്ക കൊട്ട് ദേവിക്ക് ആവശ്യമായിട്ടുണ്ട്, അതേ പ്രാധാന്യം തന്നെ കളമെഴുത്തിലും വേണമെന്ന് ആവശ്യപ്പെടുവാണെങ്കിൽ ആ ദേവപ്രശ്നത്തിൽ അങ്ങനെ തെളിയും. അങ്ങനെ തെളിയുകയാണെന്നുണ്ടെങ്കിൽ
അങ്ങനെ എല്ലാ ദിവസവും കളമെഴുത്ത് എന്നുള്ളൊരു ചടങ്ങായിട്ട് വരും. അങ്ങനെ എല്ലാ ദിവസവും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് വടയാറ്. അതും വൈക്കത്ത് തന്നെയാണ് ഉള്ളത്. ഈ കളമെഴുത്ത് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടൊരു 11 വർഷ കാലയളവ്, 11-12 വർഷത്തെ കാലയളവായിട്ട്. അപ്പോൾ എത്ര കളങ്ങൾ വരച്ചിട്ടുണ്ട് ഇതുവരെ? അത് എണ്ണി നോക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എന്തായാലും ഏതൊരു കലാകാരനും അദ്ദേഹം വരച്ചിട്ടുള്ള ഏതൊരു ചിത്രത്തിലും ഒരു മാസ്റ്റർ പീസ് ഉണ്ടാവുമല്ലോ. അത് കുമ്മനത്തെ കളമെഴുത്താണ്. അത് നമ്മുടെ കോട്ടയത്ത് തന്നെ ഉള്ള ഒരു അമ്പലമാണ് കുമ്മനം ഇളങ്കാവ് ദേവി ക്ഷേത്രം. അവിടുത്തെ ദേവിയായിട്ട് നമുക്ക് ഏതൊരു കലാകാരനും ഉണ്ടാവും ഒരു അമ്പലമായിട്ടൊരു ബന്ധം, ആത്മബന്ധം ഉണ്ടാവും. അങ്ങനെ ഒരു ബന്ധമുള്ളൊരു ക്ഷേത്രമാണ് ഈ പറഞ്ഞ കോട്ടയം കുമ്മനം ദേവി ക്ഷേത്രം, ഇളങ്കാവ് ദേവി ക്ഷേത്രം. അവിടെ എഴുതുന്ന കളത്തിന് അവിടെ എഴുതുമ്പോൾ അതിൽ ദേവി ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അങ്ങനെയാണ്. ഈ ഒരു കളം വരച്ച് തീർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്താണ്? ഒരു ആത്മീയതയുടെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊന്ന്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ആചാരം, അനുഷ്ഠാനം, വൃതാനും ശുദ്ധിയോടുകൂടിയാണ് നമ്മൾ കളം എഴുതി തുടങ്ങുക. അപ്പോൾ ആ കളം എഴുതി നമുക്കൊരിക്കലും ഒരു കളത്തെ പൂർണ്ണമാക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ദേവി പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു കലാകാരൻ എന്തെങ്കിലും ഒരു മൈന്യൂട്ട്നെസ് ഉണ്ടാവും അതിൽ. അപ്പോൾ പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ മനസ്സിലൊരു തൃപ്തി ഉണ്ടാവും. അത് അങ്ങനെയാണ്, എല്ലാ കലാകാരന്മാർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തുന്നതിന് പ്രത്യേകം കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ചില കോലങ്ങളൊക്കെ കിട്ടുന്നത് ഈ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സുന്ദരിമാർക്ക് സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഈ കോലങ്ങൾ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കോലങ്ങൾ എഴുതുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ കുടുംബപരമായും സാമ്പത്തികപരമായും സമാധാനപരമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന മാനസികപരമായ പ്രശ്നങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം മാറാനും നമ്മുടെ ഉണ്ടാകുന്ന സന്താനങ്ങൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നന്മയും ആയുരാരോഗ്യവും വരാൻ വേണ്ടിയാണ് ഈ കോലങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കളമാണേലും വരക്കുന്നതിൻ്റെ പ്രധാന കാരണം അതാണ്. ഈ പരമ്പരാഗതമായിട്ടാണോ ഇപ്പോഴും ഈ കളമെഴുത്ത് തുടർന്നുകൊണ്ട് പോകുന്നത്? പരമ്പരാഗതമായിട്ട് തന്നെയാണ്. പഴയ തനിമകളിൽ നിന്നും വ്യത്യസ്തത വരകളിലുണ്ടാകും. പക്ഷേ നമ്മൾ ആ തനിമയെ ഒട്ടും കുറക്കുന്നില്ല. നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ ചടങ്ങുകളിൽ നിന്നും വ്യത്യസ്തമാകത്തില്ല. എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആചാരങ്ങളിൽ വ്യത്യാസമില്ലാതെ വരകളിൽ നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണല്ലോ. അപ്പോൾ
നമ്മൾ വരക്കുമ്പോഴും അതിൽ വ്യത്യാസം കാണിക്കും. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന അടിസ്ഥാനത്തിൽ നിന്നും നമ്മൾ അതിൽ നിന്നും മാറുന്നില്ല. അടിസ്ഥാനം ഒന്ന് തന്നെ. ഈ ആധുനിക കാലത്ത് ചിത്രകലയിലുണ്ടായ പല മാറ്റങ്ങളും ഉണ്ട്. ഈ മ്യൂറൽ പെയിന്റിങ് പോലെയുള്ള പുതിയ സങ്കേതങ്ങളൊക്കെ വരികയും ചെയ്തത് അത് കളമെഴുത്തിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ട്. മ്യൂറൽ പെയിന്റിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ അതിൽ നമ്മളിപ്പോൾ മ്യൂറൽ പെയിന്റിൽ വരക്കുന്ന പല ഭംഗികളാകുന്ന കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട്. അങ്ങനെയാണ്, എല്ലാത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂറലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ഇപ്പോൾ പല ഭംഗിയാകുന്ന കാര്യങ്ങളും നമുക്ക് കളമെഴുത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതാണ് അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങൾ. അങ്ങനെ താങ്കളുടെ കോലങ്ങൾക്ക് സ്വന്തമായൊരു സിഗ്നേച്ചറായിട്ട് കൊടുത്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഉണ്ടല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഈ മ്യൂറൽ ആർട്ടിൻ്റെ കാര്യങ്ങളിൽ നിന്നും കുറച്ചൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ആ പഴയ അടിസ്ഥാനത്തിൽ നിന്നും വ്യത്യസ്തത കൊണ്ടുവരാറില്ല. ഈ കളം എഴുതുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രധാനുഷ്ഠാനങ്ങൾ നടത്താറുണ്ടോ? അങ്ങനെ, അതായത് നമ്മളിപ്പോൾ 41 ദിവസം വ്രതം എടുക്കുമ്പോൾ 41 ദിവസമാണ് പ്രധാനമായും കളം എഴുതുന്ന സമയങ്ങൾ. ആ സമയങ്ങളിൽ നമ്മൾ 41 ദിവസം വ്രതം എടുക്കാറുണ്ട്. വ്രതം എടുത്ത് ചെയ്യണം എന്ന് നിർബന്ധമല്ല, അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്ത് കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. വ്രതം എടുത്ത കളം വരക്കാറ്. ഈ കളം എഴുതുന്നതോടൊപ്പം തന്നെ നടക്കുന്ന ചടങ്ങുകൾ എന്താണ്? നമ്മളൊരു ക്ഷേത്രത്തിൽ കളം എഴുതുമ്പോൾ ഒരു അമ്പലത്തിന് തുല്യമായിട്ട് തന്നെയാണ് ആ കളത്തെ കാണുന്നത്. അതായത് നമ്മൾ ആദ്യമേ തന്നെ കളം എഴുതുന്ന സ്ഥലം പണ്ട് കാലങ്ങളിൽ ചാണകം കൊണ്ട് മെഴുകുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിനാൽ അടിച്ച് വൃത്തിയാക്കി വെള്ളം തളിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കെട്ടിവിധാനം എന്ന ചടങ്ങാണ് നടത്തുക. കെട്ടിവിധാനം എന്ന് പറഞ്ഞാൽ ആലിൻ്റെ ഇല, മാവില, വെറ്റില, അടയ്ക്ക, പഴം, നാളികേരം, അതായത് നാളികേരം തേങ്ങാക്കൊത്താണ് കേട്ടോ ഉദ്ദേശിച്ചത്. നാളികേരം, അങ്ങനെയുള്ള വിധാനമാകുന്ന ഈ സംഭവങ്ങൾ കൊണ്ട് നമ്മൾ ആ കളമെഴുതുന്നതിന് ചുറ്റും അലങ്കരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ നടുക്ക് ഒരു വെള്ള വസ്ത്രം വിരിച്ചിട്ട് അതിൻ്റെ മധ്യേ ഒരു പട്ട് വസ്ത്രം വിരിക്കും. ആ പട്ട് വിരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിവിധാനത്തിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെച്ചൊരുക്ക് നടത്തും. അതായത് ഒരു പീഠം, കളം എഴുതുന്നത് എവിടെയാണോ അവിടെ ഒരു പീഠം വെച്ച് അവിടെ നമ്മൾ ഒരു പട്ട് വിരിച്ച് പട്ടിന് പുറത്ത് വാൾ വെച്ച്, അല്ലെങ്കിൽ വാളും ചിലമ്പും വെക്കുന്നിടത്ത് സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് വാൾ മാത്രമേ വെക്കാറുള്ളൂ. അങ്ങനെ വാൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരുക്ക് നാളികേരവും നെല്ല്, ഉണക്കലരി ഇവയൊക്കെ കൊണ്ട് ഒരു
വെച്ചൊരുക്കി നടത്തും. എന്നിട്ട് അവിടെ ഒരു ദക്ഷിണ പോലെ വെക്കും, പൂക്കുലയൊക്കെ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചപ്പാട്ടെന്ന് പറയുന്ന ചടങ്ങിലേക്ക് പോകും. ഉച്ചപ്പാട്ടെന്ന് പറഞ്ഞാൽ ഗണപതി, സരസ്വതി, ഭഗവതി സ്തുതികൾ നമ്മൾ വലന്തലയിൽ ശംഖുണർത്തി കഴിഞ്ഞ് കൊട്ടിപ്പാടുന്നതാണ് പതിവ്. അപ്പോൾ അത് ചെയ്ത് ഈ നമ്മുടെ ഈ ഉച്ചപ്പാട്ട് അത് പത്മമിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ. പത്മമിട്ട് കഴിഞ്ഞ് ഉച്ചപ്പാട്ട് നടത്തി നമ്മൾ ആ സ്തുതിഗീതങ്ങളെല്ലാം പാടി ഉണർത്തി ആ പത്മത്തിലേക്ക്, നമ്മൾ ആ പീഠത്തിലേക്ക് ദേവീ സങ്കല്പത്തെ കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ മധ്യരേഖ വരച്ച് ആ രേഖയിൽ നിന്നാണ് ബാക്കിയുള്ളതെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഒരു കളം പൂർണ്ണതയിലെത്തുന്ന അവസാന ദൃഷ്ടി പതിക്കുമ്പോഴാണ്. ആ ദൃഷ്ടി പതിച്ചു കഴിഞ്ഞാൽ ആ കളത്തിന് ദേവീ ചൈതന്യ സങ്കല്പം ആണ് ഉള്ളത്. പിന്നെ നമ്മൾ ഇതിപ്പോൾ കളമെഴുത്ത് നടത്തി, കളമെഴുത്ത് തീർന്നു കഴിഞ്ഞ് പിന്നെ പോയി നമ്മൾ കുളിച്ച് വൃത്തിയായി വന്ന് ദൃഷ്ടിയിടുന്ന ചടങ്ങുണ്ട്. ചിലയിടങ്ങളിൽ അത് അമ്പലത്തിലെ അവസാനം, അതായത് നേദ്യം കഴിഞ്ഞ് പുറത്ത് പോയി എതിരേൽപ്പ് കഴിഞ്ഞ് അകത്ത് വന്നിട്ടായിരിക്കുക ഒരു പക്ഷേ ചില ഇടങ്ങളിൽ ഇതേപോലെ ദൃഷ്ടി പതിക്കുക. എന്നിട്ടാണ് അവിടെ പൂജകൾ കഴിയുക. കളമെഴുത്ത് ഇന്നിവിടെ നടക്കുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി വൈകിട്ട് സന്ധ്യക്കൊട്ട് നടത്താറുണ്ട്. സന്ധ്യക്കൊട്ടോടുകൂടി അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. വീടുകളിലാണേലും അങ്ങനെയൊക്കെ തന്നെയാണ്. വീടുകളിൽ കളമെഴുത്ത് നടത്തുമ്പോഴും കാവുകളിൽ കളമെഴുത്ത് നടത്തുമ്പോഴും വൈകിട്ട് സന്ധ്യക്കൊട്ട് നടത്തും. ഒരറിയിപ്പായിട്ടാണ് അതിനെ കാണുന്നത്. ആ അറിയിപ്പ് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് അത്താഴപൂജ കഴിഞ്ഞ് ഭഗവതിയുടെ വാള് അകത്തുനിന്ന് വലന്തലയും ശംഖുനാഥത്തോടു കൂടി ഇറക്കി പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ ക്ഷേത്രത്തിന് വാതിക്കെ പോയി അവിടെ ഒരു നാളികേരം ഉടച്ച് ഒരു ഗണപതി നേദ്യം നൽകി നാളികേരം ഉടച്ച് ശംഖ് വിളിച്ച് വീക്കൻ ചെണ്ടയുടെയും വാദ്യമേള അകമ്പടിയോടുകൂടി നമ്മൾ അമ്പലക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെക്കുന്നു. തിരിച്ച് നമ്മൾ കളത്തിലേക്ക് ചെല്ലുന്നു. അവിടെ തിരുമേനിമാർ കളത്തിനെ പൂജിക്കുന്നു. ആ പൂജ കഴിഞ്ഞാൽ കളത്തിനെ പൂജിച്ച് നേദ്യം കെടുത്തു കഴിഞ്ഞ് വലന്തലയിൽ ശംഖുനാഥം ഉണർത്തി നമ്മൾ കളം ദേവി സ്തുതിഗീതങ്ങൾ, പാദാദികേശം, കേശാദിപാദം എന്നീ സ്തുതിഗീതങ്ങൾ പാടുന്നു. ഈ പാട്ട് കഴിയുമ്പോൾ നമ്മൾ തിരിയൊഴിച്ചിലെന്ന് പറയുന്ന ചടങ്ങിലേക്കാണ് പോവുക. തിരിയൊഴിച്ചിലെന്ന് പറയുമ്പോൾ ദേവിയുടെ പാദം തൊട്ട് ശിരസ് വരെ നമ്മൾ ഒഴിഞ്ഞ് ഭഗവതീനെ ആദ്യം നമ്മൾ അവിടെ ഇരിക്കുന്ന മൂർത്തി ഭദ്രകാളീനെ അവിടെ ചെന്ന് നല്ല ഭഗവതീനെ ഒഴിഞ്ഞ് നമ്മൾ തിരിച്ച് കളത്തിൽ വന്ന് ഒഴിഞ്ഞിട്ട് ദേവീനെ ഒഴിഞ്ഞിട്ട് തിരിച്ച് അകത്ത് കയറി കളത്തിൻ്റെ ഉള്ളിൽ കയറി ഭഗവതീനെ ഒഴിഞ്ഞ് ആണ് നമ്മൾ തിരിയൊഴിച്ചിലെന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നത്. അത് കഴിഞ്ഞാൽ കളം മായ്ക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഭക്തജനങ്ങളോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ കളം വഴിപാട് നടത്തിയവരോട് ചോദിക്കുന്നു, കളം മായ്ച്ചോട്ടെ എന്ന് 3 പ്രാവശ്യം അനുവാദം ചോദിക്കുന്നു. ഈ അനുവാദം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളം മായ്ക്കാം. അതും ശംഖുനാഥത്തിൻ്റെയും വീക്കൻ ചെണ്ടയുടെയും അകമ്പടിയോടുകൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ പ്രസാദം, ഈ പഞ്ചവർണ്ണ പൊടികളെല്ലാം കൂട്ടി തിരുമിയ ഈ കളത്തിൻ്റെ ഈ മായ്ച്ച പ്രസാദം നമ്മൾ ഈ ഭക്തജനങ്ങൾക്ക് ഒരു തൂശനിലയിൽ കൊടുക്കുന്നു. അതോടുകൂടിയാണ് കളമെഴുത്ത് തീരുന്നത്. അപ്പോൾ അതിന് ചുറ്റും, അതായത് ഈ ഞാൻ പറഞ്ഞല്ലോ ക്ഷേത്രത്തിൻ്റെ അതേ ചൈതന്യമാണ് കളമെഴുത്തിനുള്ളത്. അപ്പോൾ അഷ്ടദിക് പ്രതിഷ്ഠകളുണ്ട്, 8 ഉരുക്ക് നമ്മളതിൽ വെക്കുന്നുണ്ട്. ആ ഉരുക്കെന്ന് പറഞ്ഞാൽ 8 ദിക്കുകളിലും ആ ദേവീ ദേവതയെ കാക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മളവിടെ സങ്കല്പിക്കുന്നത്.
കളമെഴുത്തിനോടനുബന്ധിച്ച് നടക്കുന്ന അനുഷ്ഠാന കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? പടയണി, മുടിയേറ്റ്, പിന്നെ നമ്മുടെ എന്തുവാ സർപ്പം പാട്ട്, സർപ്പക്കളം, അങ്ങനെ കളമെഴുത്ത് ചടങ്ങുകൾ, തുള്ളൽ, ഇതിനോടൊക്കെ അനുബന്ധിച്ച് കളം കുറിക്കാറുണ്ട്. ഈ ഭദ്രകാളി കളങ്ങൾ ഏറ്റവും കൂടുതലായിട്ടും വരുന്നത് ഏതൊക്കെ അനുഷ്ഠാനങ്ങളോടനുബന്ധിച്ചാണ്? മുടിയേറ്റിനോടനുബന്ധിച്ച് വരുന്നുണ്ട്, പടയണിയോടനുബന്ധിച്ച് വരുന്നുണ്ട്, പിന്നെ തുള്ളൽ കളമായിട്ട് വരുന്നുണ്ട്. അത് പഞ്ചവർണ്ണപ്പൊടികളാൽ അല്ല മിക്കയിടത്തും ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ വർണ്ണപ്പൊടികൾ അവരുപയോഗിക്കാറുണ്ട്. അതിൽ തുള്ളി കളം വായിക്കുന്നത് വരക്കുന്ന ആളോ അല്ലെങ്കിൽ തിരുമേനിയോ ആണ്. ചില അമ്പലങ്ങളിൽ തിരുമേനിമാരാണ് വായിക്കുക, ചില അമ്പലങ്ങളിൽ വരയ്ക്കുന്ന കുറുപ്പന്മാർ തന്നെയാണ് കളം വായിക്കുക. അപ്പം നിങ്ങൾ ഈ കളംപാട്ട് പാടുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കുമോ? വരയ്ക്കുന്ന ആൾ തന്നെ ആയിരിക്കും? അതെ അതെ അതെ. അപ്പം നിങ്ങൾ തന്നെ വായിക്കുകയും ചെയ്യുന്നു. പൂജാവിധികളും നടത്തുന്നത് വരയ്ക്കുന്ന ആൾ തന്നെ ആയിരിക്കുമോ? പൂജാവിധികൾ രണ്ട് തരത്തിലുണ്ട്. ചിലയിടത്ത് കുറുപ്പന്മാർ, ആരാന്മാർ, അങ്ങനെ നമ്മൾ വരക്കുന്ന ആരാണോ അവരാണ് നടത്തുക. ചിലയിടത്ത് തിരുമേനിമാർ മാത്രമേ പൂജ കഴിക്കാറുള്ളൂ. അങ്ങനെയാണ്. കളമെഴുത്തിലെ ഐതിഹ്യം എന്താണ്? അതായത് ദാരികൻ എന്ന അസുരനാൽ ദേവലോകം ആകെ ഉത്കണ്ഠപ്പെട്ടപ്പോൾ ശ്രീ പാർവതി ദേവി ഉഗ്രരൂപം പൂണ്ടതിനാൽ ദാരികൻ വരം വാങ്ങുകയുണ്ടായി. ദാരികൻ്റെ വരം എന്ന് പറഞ്ഞാൽ പകല് ദാരികനെ കൊല്ലാൻ സാധിക്കില്ല, എന്നാൽ രാത്രിയും ദാരികനെ കൊല്ലാൻ സാധിക്കില്ല. അപ്പോൾ ആർക്കും ദാരികനെ നിഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ദേവി ഈ രൂപം പൂണ്ട് സന്ധ്യ സമയത്ത്, എന്നാൽ പകലുമല്ല രാത്രിയുമല്ല, ഇടയിൽ വെച്ച് ദാരികനെ നിഗ്രഹിക്കുന്നു. ഈ ദാരിക നിഗ്രഹം കഴിഞ്ഞ് വന്ന ദേവിയെ കണ്ട നന്ദികേശൻ ദേവിയുടെ ഈ ഉഗ്രരൂപത്തെ പാറപ്പുറത്ത് വരയ്ക്കുകയുണ്ടായി. ആ പാറപ്പുറത്ത് വരച്ച ഉഗ്രരൂപം ദേവി ശാന്തസ്വരൂപിണിയായപ്പോൾ കാണുകയും അത് കണ്ട ദേവി ഇപ്രകാരം അരുൾ ചെയ്തു: എൻ്റെ ഈ ഉഗ്രരൂപം പൂണ്ട ഈ കളം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടാക്കി. ഈ കളം ക്ഷേത്രത്തിൽ 41 ദിവസം ഈ എൻ്റെ ഈ കളം വരച്ച് കളമെഴുത്തും പാട്ടും നടത്തിയാൽ അവിടെ ഉള്ള ആ വഴിപാട് നടത്തുന്നതോടുകൂടി അവിടുത്തെ ദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം ഞാൻ മാറ്റിക്കൊള്ളാമെന്നും പഞ്ചവർണ്ണ പൊടികളാൽ, പ്രകൃതിദത്തമായ പൊടികളാൽ എന്നെ വരച്ച് നിങ്ങൾ ആചരിച്ചോളാനും പറഞ്ഞു. അങ്ങനെയാണ് കളമെഴുത്ത് എന്ന ചടങ്ങ് തുടങ്ങുന്നത്. ക്ഷേത്രങ്ങൾ അകത്തളങ്ങളിൽ നിൽക്കാതെ അത് മറ്റു ഇടങ്ങളിലേക്കും കളമെഴുത്ത് വ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ വിദ്യാലയങ്ങളിലൊക്കെ കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടും അല്ലാതെ ചില പ്രദർശനങ്ങളിലൊക്കെ ആയിട്ടും കളങ്ങൾ വരയ്ക്കാറുണ്ട്. അങ്ങനെയുള്ള കളങ്ങൾ വരയ്ക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതായത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ വരക്കുമ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ കാണിക്കാനായി വരക്കുമ്പോൾ അതിൽ നമ്മൾ പൂർണ്ണതയിൽ എത്തിക്കാറില്ല. എല്ലാ കളറും എല്ലാ അംഗങ്ങളും ഉൾപ്പെടെ നമ്മൾ വരക്കാറില്ല, മുഖത്തിൽ ദൃഷ്ടി പതിക്കാറില്ല. ആ കളത്തിന് ജീവൻ വെപ്പിക്കാതെയാണ് നമ്മൾ നിങ്ങളെ കാണിക്കാനായി വരക്കുന്നത്. എന്നാൽ ഇത് ക്ഷേത്രത്തിൽ വരക്കുമ്പോൾ ഇതിന് ദൃഷ്ടി വെക്കുകയും അതോടുകൂടി ദേവീ ചൈതന്യം ആ കളത്തിലേക്ക് ആവാഹിക്കുകയുമാണ് ചെയ്യുന്നത്. അതോടുകൂടി അത് മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ ക്ഷേത്രങ്ങളിൽ മാത്രം അല്ലാണ്ട് തന്നെ ഇപ്പോൾ വരുന്ന തലമുറകളും ഇത് ആചരിക്കണമെന്നും അത് എന്താണെന്നും എങ്ങനെയാണെന്നും അതിൻ്റെ അനുഷ്ഠാന കലകൾ എന്താണെന്നും അറിയണം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാതെ കോളേജുകളിൽ, സ്കൂളുകളിലും വരക്കുന്നു. അതവരെ കാണിക്കുന്നു എന്താണ് അതിൻ്റെ ഐതിഹ്യങ്ങൾ. ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഒത്തിരി സ്കൂളുകളിൽ ഇങ്ങനെ ചെയ്തു വരുന്നുണ്ട്. നല്ല കാര്യമാണ് എന്നാണ് എൻ്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായം.
കളമെഴുത്തിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ആശാന്മാരാരൊക്കെയാണ്? കളമെഴുത്തിൽ പ്രശസ്തരായിട്ടുള്ള ആശാന്മാരെന്ന് പറഞ്ഞാൽ ഗിരിയാശാൻ, തിരുമറയൂർ ഗിരിജൻ മാരാർ, പിന്നെ അമ്പലപ്പുഴ ഗോപകുമാർ ചേട്ടൻ, അവരൊക്കെ വലിയ ഇപ്പോൾ വടക്കോർത്ത് പാട്ട് എഴുതിയതും അദ്ദേഹം തന്നെയാണ്. പിന്നെ തേരോഴി രാമക്കുർപ്പാശാൻ, അങ്ങനെ ഒത്തിരി കളമെഴുത്തിൽ പ്രഗത്ഭരായ ആൾക്കാരാണ് ഇവരൊക്കെ. പിന്നെ ഇതിലും കൂടുതൽ പേരുണ്ട് കേട്ടോ. എനിക്കറിയാം, നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഉത്തരം വന്നപ്പോൾ വന്നതാണ് ഇവരെ. ഒത്തിരി പേരുടെ പേര് നമ്മളിപ്പോൾ ഓർക്കാണ്ട് ഇരിക്കുന്നുണ്ട്. കളമെഴുത്തിൽ കുറേ വ്യത്യസ്തതകൾ കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അതുപോലെ കളംപാട്ടിൽ എന്താണ് നമ്മൾ ഭാഷ ഉച്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ചില പദങ്ങളൊക്കെ ലഘൂകരിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കളംപാട്ടിൽ? ഇല്ല, നമുക്ക് തന്നിരിക്കുന്ന രീതികളുള്ള ചിട്ടയിൽ തന്നെ നമ്മൾ കളംപാട്ടിനെ കൊണ്ടുപോയിട്ടുള്ളൂ. പിന്നെ അതിൽ ഇപ്പോൾ വ്യത്യസ്തത, കളമെഴുത്തും പാട്ടിൽ ഒരിക്കലും ഒരു സംഗീതത്തിൻ്റെ രീതിയിലല്ല, അത് ആസ്വദിക്കാൻ ഇച്ചിരി കൂടെ രസമായിരിക്കും. പക്ഷേ കളമെഴുത്തും പാട്ടും എപ്പോഴും തോറ്റംപാട്ട് ശൈലിയിലാണ് കളമെഴുത്ത് പാടുന്നത്. അതായത് പണ്ടത്തെ ആൾക്കാർ, അതായത് നമ്മുടെ കൊയ്ത്ത് പാട്ട് അങ്ങനെയുള്ള രീതികളുണ്ടല്ലോ, ആ രീതിയിലാണ് കളമെഴുത്തിനെ നോക്കിക്കാണുന്നത്. അല്ലാണ്ട് മറ്റുള്ള വ്യത്യാസങ്ങളൊന്നും കളമെഴുത്തിൽ വരുത്തിയിട്ടില്ല. പുതുതായിട്ട് കളമെഴുത്ത് പാട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്നുണ്ട്. കളമെഴുത്ത് താങ്കൾ എങ്ങനെയാണ് പഠിച്ചെടുത്തത്? ഞാൻ പഠിച്ചത് ക്ഷേത്രകലാവിടം വൈക്കത്ത് ആണ് എല്ലാം പഠിച്ചത്. അപ്പോൾ കളമെഴുത്ത് മാത്രമല്ല, അവിടെ എല്ലാം ഉണ്ട്. ചെണ്ട, ഇടയ്ക്ക, മദ്ദളം, കൊമ്പ്, അങ്ങനെ പാട്ട്, സോപാന സംഗീതം, അഷ്ടപതി, കളമെഴുത്തും പാട്ടും, അങ്ങനെയൊക്കെയാണ്. ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവുകളെ എനിക്കുള്ളൂ. അപ്പം ഗുരുക്കന്മാർ പഴയ പാരമ്പര്യങ്ങളെ കൈമാറി വന്ന ആളുകളായിരിക്കുമോ നിങ്ങളുടെ ഗുരുക്കന്മാർ? അതെ അതെ, അങ്ങനെയാണല്ലോ അവർ അധ്യാപകരായത്, ഗുരുക്കന്മാരായത്.